കാണിച്ചു തരാൻ പോകുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ നമ്മളെ വീട്ടിലിട്ട ടൈലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ടൈല് കണ്ടെങ്കിൽ അതായത് പണ്ടത്തെ കടപ്പൊക്കെ ഇട്ട മാതിരി ഒരു ഡിസൈനിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാം, മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ റൂമിൻ്റെ മൊത്തത്തിലുള്ള ടൈലാണിത്. ഇത് നമുക്ക് ഇതൊരു റൂം, ഒരു ഹാള്, പിന്നെ കോണിക്കൂട്, ഇത്രയും ഏരിയ മൊത്തം 700 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും ഏരിയ നമുക്ക് ഇതിട്ടതിന് ആകെ മൊത്തത്തിൽ ചിലവ് വന്നിട്ടുള്ളത് 37 രൂപ അതിൻ്റെ അടുത്തേറ്റ് വന്നിട്ടുള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ഈ ഡിസൈൻ, ഈ ടൈല് നമ്മൾ ആദ്യം നമ്മുടെ വീടിൻ്റെ 2ാം നിലയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിച്ച കാര്യമാണ്, എങ്ങനെ നമുക്ക് ചിലവ് കുറച്ചിട്ട് ടൈലിടാന്നുള്ളത്. ടൈലും കടയിൽ നമ്മൾ ഓരോ കാര്യത്തിൽ നിന്ന് ചോദിച്ചതാണ്. നമുക്ക് പല പല കളറായാൽ മതി, പല ഡിസൈനായാൽ മതി പറഞ്ഞിട്ട്. ഇത് നമ്മളെ പുതിയ വീടല്ല കേട്ടോ, അതായത് നമ്മളെ തറവാട് വീടാണ്. അതിലുള്ള ടൈലിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ അന്ന് അവർ പറഞ്ഞൊരു വണ്ടി മറിഞ്ഞിട്ട് കംപ്ലൈൻ്റ് ആയിപ്പോയ കുറേ ടൈലുകളുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും 56 രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന ടൈലാണ്. ഇത് കണ്ടത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഡിസൈനൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ്. ഈ സാധനം അവരത് ഇനി ഒന്നിനും പറ്റില്ല, അത് ഒഴിവാക്കാനേ പറ്റുള്ളൂ സാധനം. അപ്പോൾ നമുക്കിതൊരു പീസ് നമുക്ക് 40 രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു പീസ് ഇട്ടോ, അതായത് 4x4 ഒരു പീസ് നമുക്ക് കിട്ടിയത് 40 രൂപയ്ക്കാണ്. ഈ ഒരു സാധനം വെച്ചിട്ട് അപ്പോൾ നമ്മളെ ടൈലിൻ്റെ ആൾ നമ്മളെ വൈഫിൻ്റെ ചേച്ചീൻ്റെ ഭർത്താവ് തന്നെയാണ്. അപ്പം അവർ പുതിയ ടൈലിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്കൊരു ഡിസൈൻ ഇത് വന്നത്, നമുക്ക് ഇങ്ങനെ ചെയ്യാലോ, അതായത് എന്തുകൊണ്ട് നമുക്കും അങ്ങനെ കട്ട് ചെയ്തിട്ടുകൂടാ. എല്ലാത്തിൻ്റെയും മൂലയാണ് പൊട്ടിയിട്ടുള്ളത്. ഈ 2 ടൈലിൻ്റെ എല്ലാ മൂലയും പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞു. അവർക്ക് എക്സ്ട്രാ പണി വന്നത് ഏകദേശം 2 ദിവസം എക്സ്ട്രാ പണി വന്നു. അത് വേറൊന്നുമല്ല, ഇതിൻ്റെ എല്ലാ ടൈലിൻ്റെയും ഈ മൂല അങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഈ പുതിയ ടൈലിടാതെ ഇങ്ങനത്തെ വല്ലതും കിട്ടുന്നുണ്ടെങ്കിലാണ് ഞാൻ പറയണത് കേട്ടോ. അതായത് അങ്ങനെ ചിന്തിക്കുന്നവരോടാണ് ഞാൻ പറയണത്, ഇത് പുതിയ ടൈല് വാങ്ങുന്നവരോടല്ല. നമ്മളെ ചാനലിൽ തന്നെ നമ്മൾ ബഡ്ജറ്റ് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ ചിലവ് ചുരുക്കി ഉണ്ടാക്കാം എന്നുള്ള ചിന്താഗതിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടൈല് കണ്ടില്ലേ, ഈ ബ്ലാക്ക്, ഇത് നമുക്ക് പൊട്ട് ടൈലുകൾ കിട്ടും. അത് നിങ്ങൾ ഏത് കടയിൽ ചെന്നാലും പൊട്ടിയ ടൈലുകൾ കിട്ടും. ഒരുപാട് പൊട്ടിയ ടൈലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് കുറഞ്ഞ വിലയിൽ സാധനം കിട്ടും. അപ്പോൾ നമുക്കെന്തോ ഭാഗത്തിന് ഈ ബ്ലാക്ക്, ഈ ഡിസൈനിലെ ഈ കളറ് ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ബോക്സ് ഉണ്ടായിരുന്നു, ഒരു 4 ബോക്സായിട്ട് പൊട്ടിയതുണ്ടായിരുന്നു. 4x2 സാധനമായിരുന്നു, പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസൈൻ, ആ സാധനം കിട്ടി. അത് നമ്മൾ ഈ 700ഓളം സ്ക്വയർ ഫീറ്റിലും ഇടയിലിടാനുള്ള പീസ് കിട്ടി. പക്ഷേ ഞാൻ പറയണത് ഇതിന് 2 ദിവസത്തെ പണി വരും കേട്ടോ. ഈ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കാൻ ഒന്നാമത് ഒരേ സ്ക്വയറിൽ കട്ട് ചെയ്യണം, ഒരേ സ്ക്വയറിൽ ഇതാക്കണം. ഇത് അന്ന് ഇടുന്ന സമയത്തുള്ള വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള വലിയ ചാൻസ് ആയിരുന്നു. അപ്പോൾ ഇത് വലിയൊരു നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചത് ഞാൻ അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇത് ഒരേ ഡിസൈനിലാണ്, ഹാളിലേക്കൊക്കെ പോയിട്ടുള്ളത് ഒരേ ഡിസൈനിലാണ് പോയിട്ടുള്ളത്, ഒരേ പാറ്റേണിലാണ് നമ്മൾ ഇങ്ങനെ. ഇതുണ്ടല്ലേ, ഇതിൻ്റെ അവിടെ കുറച്ച് വർക്ക് നടക്കാം, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇത് ഹാളത്തെ ഏരിയ ആയിട്ട് ഈ കാണുന്നത് ഒക്കെ നമുക്ക് നല്ല ഡിസൈനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിലവ് ചുരുക്കി ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരിക്കും. നമ്മളെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അതോടെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത്, ഞാൻ ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് പ്രൊഫഷണലായിട്ട് ഇതിൻ്റെ ചിന്തിച്ചിറങ്ങിയ ഒരാളല്ല. നമ്മുടെ വീടിൻ്റെ വർക്ക് തുടങ്ങിയ സമയത്താണ് നമ്മുടെ ചാനൽ തുടങ്ങിയത്. അതിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും സന്തോഷത്തോടു കൂടി മുന്നോട്ട് ഓരോ വീഡിയോ ഇടാൻ പറ്റുന്നത്. ഡെയിലി ഓരോ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ കയറി കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിരുന്നു പരിഗണിക്കുക. താങ്ക്